ആകാശവാണി 102.7 മഞ്ചേരി FM. ബാലലോകം. ഇന്ന് ബാലലോകത്തിൽ കുറുവ AUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. നിങ്ങൾക്കൊപ്പം ഞങ്ങൾ AUPS കുറുവ ടീമാണ്. ഞങ്ങളുടെ കുറെ പരിപാടികൾ കഴിഞ്ഞയാഴ്ച കേട്ടില്ലേ? അതിന്റെ തുടർഭാഗം ഇതാ ഇപ്പോൾ കേട്ടോളൂ. വാക്കുകൾ വാളാക്കി നിങ്ങൾക്ക് മുമ്പിൽ ഇതാ ഒരു പ്രസംഗവുമായി മുഹമ്മദ് ഷജാ. ബഹുമാന്യരായ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റു രക്ഷിതാക്കളെ, ഏവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഒത്തിരി സ്വപ്നങ്ങളുമായി ജീവിച്ചു തീർക്കേണ്ട ബാല്യങ്ങൾ ഇന്നും യുദ്ധവരികളാൽ പലയിടങ്ങളിലായി മണ്ണോട് ചേരുകയാണ്. ആ ബാല്യങ്ങളെ പ്രാർത്ഥനാപൂർവ്വം സ്മരിച്ച് ഞാൻ എന്റെ ഭാഷണത്തിലേക്ക് കടക്കുകയാണ്. വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയേറിയ വിഷയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. വിദ്യാർത്ഥി എന്ന നിലക്കും ബാല്യം ആസ്വദിക്കുന്ന ഒരു കുട്ടി എന്ന നിലക്കും എന്റെ ഉള്ളുതുറപ്പിച്ച സമകാലീന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുക എന്നത് തികച്ചും വൈകാരികമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന കുട്ടി വായ കൊണ്ടുണ്ടാക്കിയ ചെറിയ ശബ്ദം പോലും നിങ്ങളിൽ നെട്ടനുണ്ടാക്കിയില്ലേ? ഇതിനേക്കാൾ 100 ഇരട്ടി ശബ്ദമുണ്ടാക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ കൊണ്ട് നെട്ടുണരുന്ന കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ എത്രമാത്രമായിരിക്കും? ഒരൊറ്റ കാതടിപ്പിക്കുന്ന ശബ്ദം കൊണ്ട് ഇത്തരം യുദ്ധരാജ്യങ്ങളിലെല്ലാം അവസാനിക്കുന്നുണ്ടോ? ജന്മം നൽകിയ മാതാവ്, സ്നേഹത്തോടെ പോറ്റി വളർത്തിയ പിതാവ്, കൂടെപ്പിറപ്പുകൾ, അങ്ങനെ ഉറ്റവർ ഉടയവർ എല്ലാം ഒരു നിമിഷം കൊണ്ട് കൺമുന്നിൽ പിടഞ്ഞ് ഇല്ലാതാകുമ്പോൾ, രക്തവും മാംസവും പൊട്ടിച്ചിതറി ഉയർന്നു പൊങ്ങുന്നത് കാണുമ്പോൾ, വെടിയൊച്ചകളുടെയും പുകപ്രളയങ്ങൾക്കിടയിൽ കറിഞ്ഞാർക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഈ ഭാഷണ വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ എന്നെ വികാരഭരിതനാക്കുന്നത്. മരണം കൊണ്ട് കുട്ടികൾ തീരുമ്പോൾ അതെല്ലാം തീർന്നെന്ന് കരുതാം. മാരകമായി പരിക്കേറ്റ് കൈകാലുകൾ നഷ്ടപ്പെട്ട് നീറുന്ന മുറിവുകളുമായി നിത്യശയ്യയിൽ കിടക്കുന്ന കുഞ്ഞോമനകൾ. എന്റെയും നിങ്ങളുടെയും ഉള്ളിലക്കം നമ്മൾ ചർച്ച ചെയ്തും നാം മനസ്സുകൊണ്ട് കൂടെ നിന്നതുമായ ഫലസ്തീൻ ജനത അനുഭവിച്ച ആക്രമണ സംഭവങ്ങളിൽ മരണം വരിച്ചവരും അനാഥകളുമായവരുമായ എത്ര കുട്ടികളാണ് യുദ്ധഭൂമികളിൽ ഇങ്ങനെ എത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവുക. മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരു കൈയും ഉയർത്തി വിതുമ്പുന്ന കുട്ടി, ദേഹമാകെ പൊള്ളിപ്പടർന്ന് ഓടിമറിയുന്ന പെൺകുട്ടി, തോളിൽ കുഞ്ഞനുജന്റെ മൃതദേഹം കിടത്തി സംസ്കരിക്കാൻ ഊയം കാത്തുനിൽക്കുന്ന 8 വയസ്സുകാരൻ, വേദന കൊണ്ട് പുളയുമ്പോഴും നിഷ്കളങ്കമായി ഡോക്ടറോട് ചിരിക്കുന്ന കുഞ്ഞോമനകൾ. എന്റെ ഉമ്മ യുദ്ധകാലത്തെ ഉള്ളിലെക്കുന്ന ചിത്രങ്ങൾ ഫോണിൽ കാണിച്ചു തന്നപ്പോൾ, ദിനപത്രങ്ങളിൽ ഞാൻ കണ്ടപ്പോൾ എന്നെ എല്ലാം ഭയപ്പെടുത്തി. യുദ്ധം സമ്മാനിച്ച കൊടുമ്പട്ടയും മൂലം ഭക്ഷണം എത്തിക്കുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ തിക്കും തിരക്കും ഉണ്ടാക്കി മരണപ്പെട്ട കുട്ടികളാണ് എന്റെ ഓരോ ഭക്ഷണ സമയത്തും ചിന്തകളിൽ ഇന്ന് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇനിയുള്ള അവശേഷിക്കുന്ന സമയം സംസാരിക്കുന്നത് ഇവിടെ ഈ മൈക്കിന് മുന്നിൽ നിൽക്കുന്ന ഞാനല്ല, യുദ്ധവരികളാൽ അതിന്റെ തീവ്രതയാൽ ഭയപ്പാടോടെ ജീവിക്കുന്ന ഒരുവനായിട്ടാണ്. നിങ്ങൾക്ക് ഇന്നെല്ലാവരും കൂടെയുണ്ട്. സ്നേഹം നൽകാൻ ഉറ്റവർ, ഉമ്മ നൽകാൻ അച്ഛനും അമ്മയും, പുതുവസ്ത്രങ്ങൾ നൽകി സന്തോഷിപ്പിക്കാൻ മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരുമുണ്ട്. കളിച്ചും ചിരിച്ചും പഠിക്കാൻ മികച്ച വിദ്യാലയമുണ്ട്. കൂട്ടുകൂടാൻ കൂട്ടുകാരുണ്ട്. ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും പുസ്തകങ്ങളുണ്ട്. വർണ്ണശബളമായ കളിപ്പാട്ടങ്ങളുണ്ട്. എപ്പോഴും ചുണ്ടിന് തുമ്പിൽ സന്തോഷത്തിന്റെ മൂളിപ്പാട്ടാണ്. എന്നും എപ്പോഴും നിങ്ങളുടെ മുഖങ്ങളിൽ ചിരിയുടെ വസന്തമാണ്. എന്നാൽ യുദ്ധഭൂമികളിൽ ഞാനൊന്ന് മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചിട്ട്, ഭയപ്പാടില്ലാതെ മണ്ണിറങ്ങി കളിച്ചിട്ട്, തന്റെ കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും സഹവസിച്ചിട്ട്, ആഘോഷങ്ങളിൽ മതിമറന്ന് കൂടിയിട്ട്, ഉറ്റവരുടെ ഉടയവരുടെ സമീപത്തിൽ ജീവിതം ആസ്വദിച്ചിട്ട് എത്ര നാളായെന്നറിയോ? കത്തിയമർന്ന ബാഗും ജീവന തുല്യം സ്നേഹിച്ചിരുന്ന കത്തിച്ചാമ്പലായ പുസ്തകങ്ങളും നോക്കി മനസ്സ് വിടയുന്ന എന്നെ നിങ്ങളൊന്ന് വായിക്കണം. നിങ്ങൾ വായിച്ച കഥകളിലോ നോവലുകളിലോ ഇത്രയും മൂർജന കഥകൾ ഉണ്ടാകണമെന്നില്ല. രക്തകലമായ ഈ വസ്ത്രങ്ങളിൽ പറ്റിയ രക്തമെല്ലാം ചോര വാർന്ന് കൊല്ലപ്പെട്ട എന്റെ മാതാവിന്റേതാണ്. ഈ മൂലയിൽ കൂട്ടിയിട്ട കുപ്പായങ്ങൾ തല ചിന്നിച്ചിതറിയ എന്റെ കുഞ്ഞനുജന്റേതാണ്. തേയില തീർന്ന ഈ ചെരുപ്പുകൾ പട്ടാളക്കാരുടെ യന്ത്രത്തോക്കിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിമറഞ്ഞിട്ടും പുറത്ത് വെടികൊണ്ട് പിടഞ്ഞു വീണ എന്റെ പിതാവിന്റേതാണ്. ഇതെല്ലാം ഇന്നും എന്റെ ഓർമ്മകളെ, ചിന്തകളെ ഭയപ്പെടുത്തുകയാണ്. പുതുവസ്ത്രം അണിഞ്ഞ്, സുഗന്ധം പൂശി, മുടിച്ചീകിയൊതുക്കി വർണ്ണശബളമായ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഒന്ന് കേൾക്കണേ. ഇതെല്ലാം എന്റെ സ്വപ്നങ്ങളായിരുന്നു. ചിത്രം വരക്കണം, പാടണം, ആടണം, വായിക്കണം, ഉള്ളു തുറന്ന് ചിരിക്കണം, മനസ്സമാധാനത്തോടെ സ്വപ്നങ്ങൾ കണ്ടുറങ്ങണം. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഭയപ്പാടിന്റെ ലോകത്ത് ജീവിക്കാൻ മാത്രം സൃഷ്ടിച്ച പോലെയാണ് ഞങ്ങൾ.
ഒരു യുദ്ധവും എവിടെയും വിജയിച്ചിട്ടില്ല. ആരും ജയിക്കാറുമില്ല, തോൽക്കാറുമില്ല. പക്ഷേ നമുക്കൊന്ന് പറയാനുണ്ട്, നിങ്ങളൊന്ന് കേൾക്കുകയും വേണം. ആ യുദ്ധം തുടങ്ങിയാലും തുടർന്നാലും തോൽക്കുന്നത് കുട്ടികളായ തലമുറകളാണ്. വേദനയുടെ ഭയപ്പാടിന്റെ ലോകത്ത് ജീവിക്കുന്ന കുട്ടികളാണ്. അതിനാൽ ഭയപ്പാടില്ലാത്ത സമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിനായി നാം എല്ലാവരും നിലകൊള്ളണം എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരുമയും ഐക്യവും സ്വരമായി ചേർന്നുയരുന്ന ഗാനരൂപമാണ് സംഘഗാനം. ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സംഘഗാനവുമായി റിസ്മി, ഷഹാന, ഫാത്തിമ, ഹിസ, നിഹ, ഹൻഫ. താമര പോലെ ചിരിക്കും, താരകം പോലെ തിളങ്ങും, പഴകും തോറും മധുരിക്കും സ്നേഹസുന്ദര ബാല്യം, മധുരമാമ്പഴക്കാലം. താമര പോലെ ചിരിക്കും, താരകം പോലെ തിളങ്ങും, പഴകും തോറും മധുരിക്കും സ്നേഹസുന്ദര ബാല്യം, മധുരമാമ്പഴക്കാലം. അമ്മാനം ചെമ്മാനം ചെമ്മാനം തുമ്പപ്പൂ പൂണാരം ചെല്ല പുന്നാരം പുന്നാരം, മന്ദാരപ്പൂവിൻ ചുണ്ടിൽ കിന്നാരം, മിന്നമിനുങ്ങി പെണ്ണെ മിന്നാരം. താമര പോലെ ചിരിക്കും, താരകം പോലെ തിളങ്ങും, പഴകും തോറും മധുരിക്കും സ്നേഹസുന്ദര ബാല്യം, മധുരമാമ്പഴക്കാലം. അപ്പത്തിക്കുത്താന കളിക്കാൻ കൂടാലോ കൂടാലോ, അച്ഛൻ കൊമ്പത്തമ്മ വളമ്പത്താടാലോ, വൈതാരിക്ക് കുഞ്ഞുണ്ണിപ്പാട്ടാകാലോ ആകാലോ, മൂവന്തിക്ക് തെയ്യം കാണാൻ പോകാലോ. ഷോണനുറുമ്പുകളില്ല വഴിയെ മാവേലൊന്നു കേറാലോ, പുളിമാങ്ങ കടിച്ചു തിന്നു രസിക്കാലോ. താമര പോലെ ചിരിക്കും, താരകം പോലെ തിളങ്ങും, പഴകും തോറും മധുരിക്കും സ്നേഹസുന്ദര ബാല്യം, മധുരമാമ്പഴക്കാലം. അമ്മൂമ്മയ്ക്ക് ചൊല്ലും കഥകൾ കേൾക്കാലോ കേൾക്കാലോ, കദളിപ്പഴം ശർക്കരയിലും തിന്നാലോ, ഓണത്തപ്പൻ സദ്യ ഒരുക്കാൻ കൂടാലോ കൂടാലോ, മേലെ കാവിൽ കുമ്മാട്ടിക്കളി കാണാലോ, പാടി നടക്കും കുയിലമ്മയ്ക്കൊരു പനയോല കുടിൽ തീർക്കാലോ, മലയാളമെന്നു നെഞ്ചിൽ ചേർക്കാലോ. താമര പോലെ ചിരിക്കും, താരകം പോലെ തിളങ്ങും, പഴകും തോറും മധുരിക്കും സ്നേഹസുന്ദര ബാല്യം, മധുരമാമ്പഴക്കാലം. അമ്മാനം ചമ്മാനം ചെമ്മാനം തുമ്പപ്പൂ പൂണാരം ചെല്ല പുന്നാരം പുന്നാരം, മന്ദാരപ്പൂവിൻ ചുണ്ടിൽ കിന്നാരം, മിന്നമിനുങ്ങി പെണ്ണെ മിന്നാരം. താമര പോലെ ചിരിക്കും, താരകം പോലെ തിളങ്ങും, പഴകും തോറും മധുരിക്കും സ്നേഹസുന്ദര ബാല്യം, മധുരമാമ്പഴക്കാലം. മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ഏകാഭിനയവുമായി നമുക്ക് മുന്നിലെത്തുന്നു ഇഹ്സാന പാലക്കത്തോടി. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കൊച്ചു മോണക്റ്റാണ്. കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ ഹാനിയുടെ സ്വന്തം കുഞ്ഞാറ്റേ, കണ്ണാണേ കണ്ണാണേ ഉമ്മിക്ക് എന്നും കണ്ണാണേ. കുഞ്ഞാറ്റക്ക്
മാമുവേണ്ടേ കുളിക്കണ്ടേ. ഉമ്മക്ക് കുറച്ചുകൂടെ പണിയുണ്ട്, തീർത്തിട്ട് വരാട്ടോ. ഹേ കൂട്ടരെ, ഒന്ന് ശ്രദ്ധിക്കൂ. ഭക്ഷണവുമായി ഒരു വാഹനം വരുന്നുണ്ട്. എല്ലാവരും പാത്രങ്ങളെടുത്ത് പുറത്തിറങ്ങി നിൽക്കണം. ഷോ മനുഷ്യരെ, തിക്കും തിരക്കും ഉണ്ടാക്കാതെ. കരുണയുള്ള ആളുകൾ നമുക്ക് ഭക്ഷണം എത്തിച്ചു തന്നിട്ടുണ്ട്. ഷോ, ആ കുട്ടികളെ ശ്രദ്ധിക്ക്. ഇത് പൊള്ളും, ചൂടുള്ളതാണ്. ഇങ്ങക്കതൊക്കെ പറയാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചത്. പിന്നീട് ഇവിടെ ആളുകളൊക്കെ വന്നിരുന്നു. ചിലർക്ക് മാത്രാ കിട്ടാറ്. അല്ല, നിങ്ങള് ഇന്ന് കഴിച്ചില്ലേ? ഇന്നലെ കഴിച്ചില്ലേ? ഇപ്പൊ വരുമ്പോഴും കഴിച്ചില്ലേ? എന്നാ ഞങ്ങൾ അങ്ങനെയല്ല. ചിലപ്പോ കാത്തിരുന്നാലും ഒന്നും കിട്ടാറില്ല. സൽമ, 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 നീ ചെന്ന ഭക്ഷണം വാങ്ങാൻ നോക്ക്. അതിപ്പോ തീരും. സൽമ, എന്താ നിങ്ങളെന്നെ മോളെ കണ്ടോ? ഈ കൂട്ടത്തിലെന്നെ ഹാനിയുണ്ടോ? അതെന്നെ ഹാനിയാണോ? നോക്ക് നോക്ക് മോളെ, നിന്റെ കുഞ്ഞാറ്റ പാവ. വാ വാ, വേഗം ഓടി വാ. സൽമ, നീ ഭ്രാന്ത് പറയാതെ ചെന്ന ഭക്ഷണം വാങ്ങാൻ നോക്ക്. അതിപ്പോ തീരും. എനിക്കിനി എന്തിനാ ഭക്ഷണം? ഭക്ഷണം ഒന്നും വേണ്ട. അല്ല, എന്റെ ഹാനി കഴിച്ചിട്ടുണ്ടാവോ? ഭ്രാന്ത് പറയാതെ മാറി നിക്ക് സൽമ. ഹേ മനുഷ്യരെ, സമാധാനത്തോടെ കഴിയുന്ന മനുഷ്യരെ, നിങ്ങൾക്കെന്നെ അറിയോ? ഞാൻ ഹാനി. ഞാനിപ്പോ ഭൂമിയിലല്ലോ, ഇന്നിവിടെ സ്വർഗത്തിലാ. ഞാൻ എന്റെ ഒരു കഥ പറയാം. അന്ന് ഞാനും എന്റെ കുഞ്ഞാറ്റ പാവയും കളിക്കുന്ന നേരം, കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ ഹാനിയുടെ സ്വന്തം കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ ഉമ്മയുടെ സ്വന്തം കുഞ്ഞാറ്റേ. ഹാനി, മോളെ ഹാനി, നീ എവിടെയാ? എന്റെ ഹാനിയുടെ കുഞ്ഞാറ്റപ്പാവ. ഹാനി, ഹാനി. അറിഞ്ഞോ നാട്ടുകാരെ, സന്തോഷ വാർത്ത, സന്തോഷ വാർത്ത. യുദ്ധം അവസാനിപ്പിച്ചേ. നമ്മുടെ നേതാക്കന്മാർ ഒത്തുകൂടി സമാധാന ഉടമ്പടി ഒപ്പുവെച്ചേ. ഇനി സന്തോഷത്തിന്റെ നാളുകൾ, സമാധാനത്തിന്റെ നാളുകൾ. യുദ്ധം അവസാനിപ്പിച്ചോ? അപ്പൊ നീ ഇങ്ങനൊന്നും ഉണ്ടാവില്ലേ? നേതാക്കന്മാരെ, നിങ്ങൾക്കെന്റെ മരിച്ചുപോയ ഹാനിയെ തിരിച്ചറിയാൻ പറ്റുമോ? നിങ്ങൾ വെടിവെച്ചു കൊന്ന അവളുടെ ബാപ്പാനെ തിരിച്ചറിയാൻ പറ്റുമോ? ഈ തകർന്ന് നടക്കുന്ന വീട് പഴയപടി ആക്കിത്തരാൻ പറ്റുമോ? ഇല്ലല്ലേ. എല്ലാം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാ. നഷ്ടപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. കുറെ സ്വപ്നങ്ങൾ കൊണ്ടു നടന്ന ഹാനി എന്ന കൊച്ചു കാര്യത്തെ പോലെ ഇനി ആരും ഉണ്ടാകരുത്. യുദ്ധം വേണ്ടേ വേണ്ട. ഉപമയും രൂപകവും ഉപയോഗിച്ച് അർത്ഥഗാംഭീര്യവും സംഗീതാത്മകതയും കൊണ്ട് സമ്പുഷ്ടമാണ് സംസ്കൃത സുഭാഷിതങ്ങൾ. ചന്തമേറിയ ഒരു സംസ്കൃത പദ്യവുമായി ശിവാശരി നിങ്ങളിലേക്ക്. ഗമദനിസ ആലോകവാസന്തമന്ത്രാക്ഷരം ലോക കല്യാണകാരൻ വേദാമൃതം. ആലോകവാസന്തമന്ത്രാക്ഷരം ലോക കല്യാണകാരൻ വേദാമൃതം. അനുദിനമതേരേ പ്രവഹിത മധുരം, അനുദിനമതേരേ പ്രവഹിത മധുരം. നീതിവിനായകം ദേവമന്ദം, നീതിവിനായകം ദേവമന്ദം. ആലോകവാസന്തമന്ത്രാക്ഷരം ലോക കല്യാണകാരണ വേദാമൃതം. ആലോകവാസന്തമന്ത്രാക്ഷരം ലോക കല്യാണകാരണ വേദാമൃതം.
സംഗീതയോധാതിഗംഭീരധാര ശങ്കാവിദീന ശാസ്താനിദാന സംഗീതയോ അതിഗംഭീരധാര ശങ്കാവിദീന ശാസ്ത്രനിദാന പൃഥജന പൂജിത ഹൃദയ വിജേത പൃഥജന പൂജിത ഹൃദയ വിജേത ഗുരുജന സേവിത നിർമ്മലധാര ഗുരുജന സേവിത നിർമ്മലധാര ആലോകവാസന്ത മന്ത്രാക്ഷരം ലോക കല്യാണ കാരണ വേദാമൃതം ആലോകവാസന്ത മന്ത്രാക്ഷരം ലോക കല്യാണ കാരണ വേദാമൃതം വാഗ്മീകി വ്യാസാദി കാവ്യാനി പാദ പാനീകത്യായമുപ്രണേത വാഗ്മീകി വ്യാസാദി കാവ്യാനി പാദ പാനീകത്യായമുപ്രണേത ഭാരത പൈതൃക ജീവനധാര ഭാരത പൈതൃക ജീവനധാര അനവരതങ്കലു തപ ജയദാദ അനവരതങ്കലു തപ ജയദാദ ആലോകവാസന്ത മന്ത്രാക്ഷരം ലോക കല്യാണ കാരണ വേദാമൃതം ആലോകവാസന്ത മന്ത്രാക്ഷരം ലോക കല്യാണ കാരണ വേദാമൃതം ലോക കല്യാണ കാരണ വേദാമൃതം അത്തറിന്റെ ഗന്ധമുള്ള ഒരു അറബി പദ്യവുമായി യാസ്മിന നിങ്ങൾക്ക് മുന്നിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. اليوم نحن في عالم الصمت والنسيان والملذات. إليكم قصيدة من سراج الدين قدلان اسمها صمت طويل والبحر الكامل. كمل الجمال من البحور الكامل متفاعل 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 شعلت شعوب في القرى بكراتي إذ كان قوم في قرى العارات شهدت قلوب بالمشاهد علة وتشددا في أسوأ الحالات يأتي إلينا العلم من آلاتنا كالبيت في شعر على شفاتي ميدان أقصى يظهر الحقائق فصمت أحسن من بني ساداتي اليوم بالآراء في عمليتي لكنها ثأر من العبرات علم فجور قسوة بالقوة في أرض قدس مركز الوحدات فنرى فظيع جناية في أرض هذه الأمور تردد مرات فتن الفتى فيتيه في أوطاننا يقضي حياة مدمنة ساعات عدل صلاح فرحة في جيلنا نرجو من الإخوان والأخوات
هل عندكم رأي بأن حياتكم ببنين منكم فخركم وبناتي لعب ولهو زينة وتفاخر وتكاثر في المال والأدوات ما عندنا رهن على أغمائنا فالكل مرهونون بالأوقات جثث من الأرجاء يوما تؤثر دفنت بلا الغنان من أنباتي يا ربنا احمد جميعنا من آفة وارزق لنا نعما من الخيرات. അലങ്കാരങ്ങളും മിഴികളും ലയവും ശബ്ദ സൗന്ദര്യവും ഏഴ്ചേർന്ന് നിൽക്കുന്ന കാതിലിമ്പമാർന്നൊരു ഉറുദു സംഘഗാനവുമായി നമുക്ക് മുമ്പിൽ ഷെൻഹ, ആയിഷ, ഹന്ന, ഈഷ, ഹുദ, മിൻഹ, സെൻഹ. कोई मोहब्बत हुलोसो उल्फत के फूल हर सो खिला गया है. कोई मोहब्बत हुलोसो उल्फत के फूल हर सो खिला गया है. वो केरला है, वो केरला, वो केरला है, वो केरला, वो केरला है, वो केरला, वो केरला है, वो केरला. कोई मोहब्बत हुलोसो उल्फत के फूल हर सो खिला गया है. सरिगमपा पादपमगरि सरिगमा मा पमगरि सगरि सरिगा गा मगरि सरि निसगरि निसगरि सा. सरिगमपा पादपमगरि सरिगमा मा पमगरि सगरि सरिगा गा मगरि सरि निसगरि निसगरि सा. कदीम तरसी खुश दिली से जबीन केरल को चूमती है. यहाँ पे मोहनिया की खुशबू हवाए गुलशन पे डोलती है. कदीम तरसी खुश दिली से जबीन केरल को चूमती है. यहाँ पे मोहनिया की खुशबू हवाए गुलशन पे डोलती है. तरक्कियों की दिगर पे चलकर तमाम हलकत ही सूमती है. सदाए रहमत नवाए रहमत फिसा में हर वक्त गूंजती है. अगर किसी ने नया उजाला समाने भर को दिया हुआ है. वो केरला है, वो केरला, वो केरला है, वो केरला, वो केरला है, वो केरला, वो केरला है, वो केरला. सरिगमपा पादपमगरि सरिगमा मा पमगरि सगरि सरिगा गा मगरि सरि निसगरि निसगरि सा. सरिगमपा पादपमगरि सरिगमा मा पमगरि सगरि सरिगा गा मगरि सरि निसगरि निसगरि सा. खुलूस ऐसा कहीं किसी को भी जान दे करके मिल न पाए. ये हम पे नफरत का फूल या रब किसी तरह से भी गिल न पाए. खुलूस ऐसा कहीं किसी को भी जान दे करके मिल न पाए. ये हम पे नफरत का फूल या रब किसी तरह से भी गिल न पाए. पड़ी है बुनियाद यमन ये सी के दुश्मनों से भी गिर न पाए. पता है
कहीं भी दुनिया में दिल न पाए कि सारी दुनिया का हुस्न फितरत अगर किसी को अता हुआ है वो केरला है, वो केरला, वो केरला है, वो केरला, वो केरला है, वो केरला, वो केरला है, वो केरला। सरिगमपा पादपमगनि सरिगमा मा पमगनि सगनि सरिगा गामगरि सनि सगरि सा। सरिगमपा पादपमगनि सरिगमा मा पमगनि सरिगा गामगरि सनि सगरि सा। मजा बढ़ाता ये तेज पत्ता सुपारी दांतों को बार रही है, ये काली मिर्ची, ये लौंग इलायची, ये दालचीनी बता रही है। मजा बढ़ाता ये तेज पत्ता सुपारी दांतों को बार रही है, ये काली मिर्ची, ये लौंग इलायची, ये दालचीनी बता रही है। तमाम दुनिया लजीज खानों से लुत्फ जितना उड़ा रही है, ये जान लीजिए महक मसालों की किस रियासत से आ रही है। यहाँ के मिट्टी के सर्रे मेरे क्यों क्या क्या छुपा हुआ है। वो केरला है, वो केरला, वो केरला है, वो केरला, वो केरला है, वो केरला, वो केरला है, वो केरला। सरिगमपा पादपमगरि सरिगमा मा पमगरि सरिगा गामगरि सगरि सा। सरिगमपा पादपमगरि सरिगमा मा पमगरि सरिगा गामगरि सगरि सा। പരിപാടികൾ അവതരിപ്പിച്ച് സമയം കടന്നുപോയതറിഞ്ഞില്ല. ഇനിയുമുണ്ട് ഒരുപാട് പാടാനും പറയാനും. എങ്കിലും ഇപ്പോൾ തൽക്കാലം നന്ദിയോടെ സ്നേഹത്തോടെ ഞങ്ങൾ AUPS കുറുവ ടീം വിട ചൊല്ലട്ടെ. നന്ദി, നമസ്കാരം. ബാലലോകത്തിൽ ഇതുവരെ കേട്ടത് കുറുവ AUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ.